നമുക്കെന്തായാലും നോക്കാം. മാർക്കറ്റ് താഴത്തേക്ക് ഒരുപാട് ലിക്വിഡിറ്റീസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് എന്തായാലും വരണം. അത് മാത്രമല്ല മാർക്കറ്റ് 1 അവർ സപ്ലൈയിലും അതുപോലെ തന്നെ ഡേയുടെയും 4 അവറിൻ്റെയും ഒരു സപ്ലൈയിലാണ് ഓൾറെഡി നിൽക്കുന്നത്. അത്യാവശ്യം ഒരു സ്ട്രോങ് സപ്ലൈ നമ്മൾ കരുതുന്ന ഒരു ഏരിയ ആണത്. മാർക്കറ്റ് ബുള്ളിഷിലേക്കുള്ള നമ്മൾ ഡേ ടൈമിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷിനേക്കുള്ള സിനാരി എന്തായാലും ഇവിടെ കാണിക്കുന്നില്ല. നല്ല സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ട്രേഡ്സ് ഇനി റിസ്ക് എടുക്കാൻ നോക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് അത്യാവശ്യം കുറേ ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ തൽക്കാലം നമ്മൾ ഈ ഒരു എൻട്രിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ബുള്ളിഷ് ആണോ, ബെയറിഷ് ആണോ, അതോ സൈഡ് വൈസ് ആണോ എന്നുള്ളതൊക്കെ എന്തായാലും നോക്കാം. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫ്രൈഡേ നമ്മളോട് ഒരു ട്രേഡ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബെയറിഷ് എൻട്രി എടുക്കാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സ്റ്റിൽ മാർക്കറ്റ് ഫ്രൈഡേ തന്നെ ആ ഒരു സോണിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം നമുക്കൊരു എൻട്രി തരികയും ചെയ്തിരുന്നു. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് അതിനുശേഷം ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് മാത്രമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി ബ്രേക്ക് ഇവനിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും നോക്കാം. മാർക്കറ്റ് താഴത്തേക്ക് ഒരുപാട് ലിക്വിഡിറ്റീസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് എന്തായാലും വരണം. അത് മാത്രമല്ല മാർക്കറ്റ് 1 അവർ സപ്ലൈയിലും അതുപോലെ തന്നെ ഡേയുടെയും 4 അവറിൻ്റെയും ഒരു സപ്ലൈയിലാണ് ഓൾറെഡി നിൽക്കുന്നത്. അത്യാവശ്യം ഒരു സ്ട്രോങ് സപ്ലൈ നമ്മൾ കരുതുന്ന ഒരു ഏരിയ ആണത്. മാർക്കറ്റ് ഇവിടുന്ന് എന്തായാലും താഴത്തേക്ക് വരുമോ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ്സ് നമുക്ക് പ്രോഫിറ്റ് ആകുമോ എന്തായാലും നമുക്കത് നോക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് ബുള്ളിഷിലേക്കുള്ള നമ്മൾ ഡേ ടൈമിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷിനേക്കുള്ള സിനാരി എന്തായാലും ഇവിടെ കാണിക്കുന്നില്ല. നല്ല സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. 4 അവറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് ഒരു ബെയറിഷ് മോഡ് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഓൾറെഡി മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണ്. ഈ ഒരു ട്രേഡ്സ് നമുക്ക് ഓൾറെഡി എസ് എൽ അടിക്കുമോ? നമ്മൾ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഈ ഒരു ട്രേഡ്സ് ബ്രേക്കിങ്ങിൽ എത്തിയാൽ ഇറങ്ങാൻ ഓൾറെഡി സ്റ്റുഡൻസിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ട്രേഡ്സ് ഇനി റിസ്ക് എടുക്കാൻ നോക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് അത്യാവശ്യം കുറേ ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ തൽക്കാലം നമ്മൾ ഈ ഒരു എൻട്രിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമോ അതല്ല താഴത്തേക്ക് പോകുമെന്നുള്ള എന്തായാലും നോക്കാം. ഇതിനെ കൂടുതൽ അപ്ഡേഷൻ ഓൾറെഡി വൈകിട്ട് ലൈവിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സ്റ്റിൽ അതിൽ താല്പര്യമുള്ളതിൽ കയറുക. നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ട്രേഡ്സിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.